ഹലോ സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. അതിൽ റിലേഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിലേഷൻസും ഫംഗ്ഷൻസും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. അപ്പോൾ റിലേഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസ് എന്നുള്ള ഇത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഫംഗ്ഷൻ നമ്മൾ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എഫ് ഫ്രം എ ടു ബി, സെറ്റ് എ ടു സെറ്റ് ബി എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം, പിന്നെ യൂണീക്ക് ആയിരിക്കണം, പിന്നെ എന്താ ഒരു ഫംഗ്ഷൻ്റെ ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇമേജും പ്രീ ഇമേജും അതുകൂടി അറിഞ്ഞാൽ മതി. അങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ഫംഗ്ഷനെ ഡിറ്റർമൈൻ ചെയ്യാം. അപ്പോൾ ഓൾ എലമെന്റ്സ് ഓഫ് നമുക്ക് എങ്ങനെ എഴുതാം ഒരു ഫംഗ്ഷനെ? ഇപ്പോൾ all elements of A are associated. All elements of A are associated to B. All elements of A യും B ക്ക് അസോസിയേറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് an element of A has unique element in B. ഇങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ സെക്കൻഡ് വൺ എന്താണ്? an element of A has unique element in B എന്ന് പറയാം. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ടത് ഒരു ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന അത് നമ്മൾ പഠിച്ചല്ലോ. എഫ് ഫ്രം നമ്മളിത് വായിക്കുന്ന ഫ്രം എന്നാണ്. എഫ് ഫ്രം എ ടു ബി എന്ന് പഠിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇമേജും പ്രീ ഇമേജും ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എ ഈക്വൽ ടു ബി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇമേജ് എന്തായിരിക്കും? എഫ് ഓഫ് ഈക്വൽ ടു ബി ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എഫ് ഓഫ് എക്ക് ഇമേജ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. അപ്പോൾ ഇമേജ് ഓഫ് എ ഈസ് ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ബിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എ ഈസ് ദ പ്രീ ഇമേജ്. പ്രീ എന്നൊരു വാക്ക് കൊടുക്കാം. പ്രീ ഇമേജ് ഓഫ് ബി. ഓക്കെ, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഈ മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്തിടാം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ ഫംഗ്ഷൻ ആണ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫംഗ്ഷൻ രണ്ട് തരത്തിലാണുള്ളത്, 1-1 ഫംഗ്ഷനും 1-2 ഫംഗ്ഷനും. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1-1 ഫംഗ്ഷൻ ആണെങ്കിൽ എന്തൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. ഫംഗ്ഷന് നമ്മൾ വേറൊരു പേരും കൂടി പറയും. അതാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 1-1 ഫംഗ്ഷൻ ഈസ് എ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. 1-1 ഫംഗ്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ഓൺ-ടു ഫംഗ്ഷൻ. ഓൺ-ടു ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യാം? ഓൺ-ടു ഫംഗ്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് സർജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഓൺ-ടു ഫംഗ്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് സർജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി നമ്മൾ എന്താണ് 1-1 ഫംഗ്ഷൻ എന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ 1-1 ഫംഗ്ഷൻ വരാണെങ്കിൽ ഇപ്പോൾ എയിലുള്ള എല്ലാ എലമെന്റ്സിലും ഫസ്റ്റ് പോയിന്റ് ആണ്. എയിലുള്ള എല്ലാ എലമെന്റ്സിലും ഇപ്പോൾ ഒരു സെറ്റ് എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാമോ? നമുക്ക് എടുത്ത് എഴുതാം. സെറ്റ് എ ഹാസ് ഡിഫറെന്റ് എലമെന്റ് ഓഫ് എ. ഇപ്പൊ നമ്മൾ രണ്ട് സെറ്റ് എടുക്കാണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ, ഡിഫറെന്റ് എലമെന്റ് ഓഫ് എ ഹാസ് ഡിഫറെന്റ് ഇമേജസ് ഇൻ
different element of A has different elements in different element of A has different images in B. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു വൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം. സെക്കൻഡ്ലി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഫംഗ്ഷൻ ഇപ്പോൾ element of A has unique element in B. unique element in B. അങ്ങനെയാണെങ്കിലും നമുക്ക് വൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇഫ് എം നമ്മൾ കൊടുക്കുക സെറ്റ്, എപ്പോഴും നമ്മൾ എ എന്നുള്ള സെറ്റ് എടുക്കുക, എന്നിട്ട് എ ഈക്വൽ ടു എം കൊടുക്കുക, സ്മോൾ ലെറ്റർ എം കൊടുക്കുക, ആൻഡ് ബി ക്യാപിറ്റൽ ലെറ്റർ ബി ഈക്വൽ ടു സ്മോൾ ലെറ്റർ എൻ കൊടുക്കുകയാണെങ്കിലോ നമ്മൾ എങ്ങനെ നമ്മുടെ നമ്പർ ഓഫ് ഇത് കൗണ്ട് ചെയ്യാം, നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്പർ നമ്മൾ എങ്ങനെ ഇടും, നമ്പർ ഓഫ് functions is denoted by number of functions is equal to number of functions npm is equal to n factorial by n minus m factorial. നമ്മുടെ ഇക്വേഷൻ ആണ്, ഇതെല്ലാവരും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ വൺ ഫംഗ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എങ്ങനെ വരും നോക്കാം. ഇപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എൻ ഫാക്ടോറിയൽ ആണെങ്കിൽ ഇതിൽ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. ഇപ്പോൾ എന്നും എ ഈക്വൽ ടു എമ്മും ക്യാപിറ്റൽ ലെറ്റർ എ ഈക്വൽ ടു എമ്മും ബി ഈക്വൽ ടു എന്നും കൊടുക്കുകയാണെങ്കിൽ NPM is equal to